ശബ്ദത്തിന്റെ പല മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖല അത്യാധുനികമായൊരു പുതു ചുവടുവയ്പ്പിന് പദ്ധതിയിടുന്നു. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന പുതുതലമുറ സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ വികസിപ്പിക്കാനായി ഇന്ത്യ ഒരുങ്ങുകയാണ്. ശബ്ദവേഗത്തെക്കാൾ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചടുല നീക്കങ്ങളിലൂടെയും കൃത്യതയിലൂടെയും ശത്രുക്കളെ വിറപ്പിക്കുമിതമുള്ള ആക്രമണങ്ങൾക്ക് സഹായകമാകുന്ന പുതുനീക്കമാണിത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വലിയ മുന്നേറ്റമാകും രേഖപ്പെടുത്തുക. നിലവിൽ രാജ്യത്ത് ഉപയോഗത്തിലുള്ള കാമികാസെ ഡ്രോണുകൾ സാധാരണയായി ശബ്ദവേഗത്തേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ അവയെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനും തകർക്കാനും എതിരാളികൾക്ക് സമയം ലഭിക്കും. ഈ പരിമിതി മറികടക്കാനാണ് ഇന്ത്യയുടെ പുതിയ ശ്രമം. ശേഷ്നാഗ് എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി ലളിതമായ കാമികാസെ ഡ്രോണുകളെ സ്മാർട്ട് അതിവേഗ ആയുധങ്ങളാക്കി മാറ്റുന്നതിനായാണ് ആവിഷ്കരിക്കുന്നത്. ഡ്രോണുകളെ പോലെ ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെ വട്ടമിട്ട് നിരീക്ഷണം നടത്താനുള്ള കഴിവും മിസൈലുകളെ പോലെ അതിവേഗത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷിയും ഒന്നിപ്പിക്കുന്ന ഹൈബ്രിഡ് സംവിധാനമാകും ഇതിലൂടെ ഇന്ത്യ സാധ്യമാക്കുക. ഇത്തരം സൂപ്പർസോണിക് ആയുധങ്ങൾ പ്രതിരോധിക്കാൻ എതിരാളികൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ. അതിനാൽ വില കൂടിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിനിയോഗിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാവുകയും അങ്ങനെ ആക്രമണ വെല്ലുവിളികൾക്കൊപ്പം തന്നെ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാനുമാകും. ഇതിനായി റാംജെറ്റ്, സ്ക്രാംജെറ്റ് പോലുള്ള അത്യാധുനിക പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഇവയ്ക്ക് ഭാരം കുറവായിരിക്കും. അതോടെ കൂടുതൽ വേഗവും ദൂരപരിധിയും പ്രഹരശേഷിയും നേടാനാകും. രാജ്യത്തെ പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി പ്രത്യേകിച്ച് IIT മദ്രാസുമായി സഹകരിച്ചാണ് ഈ ഗവേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ഈ പദ്ധതിക്ക് ചില സാങ്കേതിക വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തെ ചെറുക്കാൻ ശക്തമായ പുറംകവചം ആവശ്യമാണ്. ഉയർന്ന വേഗത നിലനിർത്തിക്കൊണ്ട് ലോയിറ്ററിംഗ് കഴിവും ഉറപ്പാക്കേണ്ടതായുണ്ട്. ഭാരം വഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കണമെന്നതും നിർണായകമാണ്. മുമ്പ് ആർട്ടിലറി ഷെല്ലുകളിൽ റാംജെറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആക്രമണ പരിധി വർദ്ധിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ രാജ്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഈ രംഗത്തെ അനുഭവ സമ്പത്ത് പുതിയ സൂപ്പർസോണിക് ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ വികസിപ്പിക്കുന്നതിനും ഗുണകരമാകും. ഇങ്ങനെ യാഥാർത്ഥ്യമാക്കപ്പെടുന്ന പുതു സംവിധാനം 2030 ആകുമ്പോഴേക്കും വ്യോമസേനയിൽ ഉൾപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതിയ യുദ്ധമുറകളിൽ ലോയിറ്ററിംഗ് മ്യൂണീഷനുകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യ നടത്തുന്ന പുതുനീക്കം പ്രതിരോധ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഗോള ശക്തി സമുദ്രത്തിൽ നിർണായക മാറ്റത്തിന് കാരണമായി തീരുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.